എല്ലാവർക്കും ആത്മനമസ്കാരം. 12 സ്കന്ധങ്ങളടങ്ങുന്ന ശ്രീമദ് ഭാഗവതത്തിൽ പ്രഥമ സ്കന്ധം ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. മുനിശാപമേറ്റ് ഇന്നേക്ക് 7-ാം നാൾ മരണം സംഭവിക്കുമെന്ന് മനസ്സിലാക്കിയ പരീക്ഷിത്ത് മരണം വരെ ഉപവസിച്ച് ഗംഗാനദിയുടെ തീരത്ത് വന്നിരിക്കവേ അവിടെ വെച്ച് ശ്രീ ശുകബ്രഹ്മർഷിയെ കണ്ടുമുട്ടുകയും അദ്ദേഹത്തോട് മരണമാസന്നമായവൻ ചെയ്യേണ്ടതായ ശുഭകർമ്മങ്ങൾ എന്തെല്ലാമാണെന്ന് ചോദിക്കുകയും ചെയ്തു. ആ ചോദ്യത്തിന് ശ്രീ ശുകബ്രഹ്മർഷി ഉത്തരം പറയാൻ തുടങ്ങുന്നിടത്താണ് പ്രഥമസ്കന്ധം അവസാനിക്കുന്നത്. അങ്ങനെ ഇന്നു മുതൽ ദ്വിതീയ സ്കന്ധം ആരംഭിക്കുകയാണ്. ശ്രീ ശുകബ്രഹ്മർഷി പരീക്ഷത്തിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ തുടങ്ങുന്നു. ഭാഗവത തത്വം ആദ്യം പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ സ്കന്ധത്തിൽ നമ്മൾ കാണുന്നത്. ആദ്യം തന്നെ പരീക്ഷത്തിൻ്റെ ചോദ്യത്തെ അഭിനന്ദിക്കുകയാണ് മഹർഷി ചെയ്തത്. കാരണം മനുഷ്യർ അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് അദ്ദേഹം ചോദിച്ചത്. ചുറ്റുപാട് നടക്കുന്ന ആപത്തുകൾ, പല വിധത്തിലുള്ള അസുഖങ്ങൾ, മരണം, ഇവയൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും ലൗകിക സുഖത്തോടുള്ള മനുഷ്യൻ്റെ ആസക്തി തീരുന്നില്ല. അങ്ങനെയുള്ളവർ ഭൗതികമായ കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് അറിയാൻ ശ്രമിക്കുന്നത്. എന്നാൽ പരീക്ഷിത്താകട്ടെ ശാപമേറ്റതോടെ പരിപൂർണ വിരക്തനായി തീർന്നു. അങ്ങനെ വിരക്തിയിലെത്തിയവർ ഭഗവാനെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. ഒരുവൻ അവൻ്റെ അവസാന സമയം ഭഗവത് സ്മരണയോടെ കഴിയണമെങ്കിൽ അത് ആ സമയത്ത് പെട്ടെന്ന് ഉണ്ടാവില്ല. ജീവിതകാലം ഭഗവാനിൽ പൂർണ്ണ അർപ്പണം ചെയ്ത് ജീവിച്ചവർക്ക് മാത്രമേ മരണസമയത്ത് ഭഗവാന്റെ സ്മരണ ഉണ്ടാവുകയുള്ളൂ. ആയതിനാൽ അങ്ങ് ഭാഗവതം കേൾക്കൂ. ഭാഗവത ശ്രവണത്താൽ ഭഗവത് ചിന്തയോടെ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഈ സമയം അംഗീകരിക്കാൻ സാധിക്കട്ടെ. അങ്ങനെ മോക്ഷയോഗ്യമായ ഒരു ജന്മത്തെ സ്വീകരിക്കാനും കഴിയട്ടെ. ശ്രീ ശുകബ്രഹ്മർഷി ഈ പറയുന്നതെല്ലാം കേട്ടപ്പോൾ പരീക്ഷിത്ത് ചോദിച്ചു, ഭഗവാന്റെ ഏത് ശ്രേഷ്ഠ രൂപത്തെയാണ് ഞാൻ മനസ്സിൽ ധ്യാനിക്കേണ്ടത്? അതിനുത്തരമായി വിരാട് പുരുഷ ധ്യാനം ചെയ്യാൻ ശ്രീ ശുകബ്രഹ്മർഷി പറഞ്ഞു കൊടുത്തു. 14 ലോകങ്ങളും കൂടിച്ചേർന്ന സമസ്ത പ്രപഞ്ചവും ആ വിരാട് പുരുഷനാണ്. വിരാട് സ്വരൂപനിൽ നിന്നും വേർപെട്ട് ഒന്നും തന്നെ ഇവിടെയില്ല. പാതാളം മുതൽ സത്യലോകം വരെയുള്ള 14 ലോകങ്ങളും ഇവിടെ കാണുന്ന സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, വായു, അഗ്നി, ജലം, പർവ്വതങ്ങൾ, നദികൾ, സമുദ്രങ്ങൾ, പക്ഷി, മൃഗാദികൾ, മനുഷ്യർ എല്ലാം ആ വിരാട് സ്വരൂപന്റെ അവയവങ്ങളായും നാഡിഞരമ്പുകളായും കാണപ്പെടുന്നു. അങ്ങനെ പ്രപഞ്ചമാകുന്ന വിരാട് സ്വരൂപനെ മനസ്സിൽ ധ്യാനിക്കുന്നവന് എല്ലാം ഒന്നായി ഒരു ഏകഭാവത്തോടെ കാണാൻ കഴിയുന്നു. വിരാട് സ്വരൂപനെ മനസ്സിൽ സങ്കല്പിച്ച് ധ്യാനിക്കുന്നവൻ ആദ്യം സങ്കല്പിക്കുന്നു, പിന്നീട് ഏകാഗ്രതയിലും പിന്നീട് ധ്യാനത്തിലേക്കും അവസാനം സമാധിയിലും എത്തി മുക്തിയെ പ്രാപിക്കുന്നു. ആയതിനാൽ മുക്തിയെ പ്രാപിക്കാനുള്ള ആദ്യപടിയായി ഭക്തിയെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അതിനായി സത്സംഗങ്ങളും നാമജപങ്ങളും ഭഗവാന്റെ കഥാശ്രവണവും എല്ലാം മനസ്സിനെ മറ്റെല്ലാത്തിൽ നിന്നും വേർപെടുത്തി ഭഗവാനിലേക്ക് ചേർത്ത് വയ്ക്കാൻ നമ്മെ സഹായിക്കുന്നു. ഇത്രയൊക്കെ കേട്ടപ്പോൾ നൈമിഷാരണ്യത്തിലിരിക്കുന്ന ശൗനകമുനി സൂതമുനിയോട് ചോദിച്ചു. പരീക്ഷിത്ത് പിന്നീട് എന്തൊക്കെയാണ് ശ്രീ ശുകമുനിയോട് ചോദിച്ചത്? കൃഷ്ണഭക്തനായ പരീക്ഷിത്ത് ചോദിക്കുന്നതെല്ലാം ഭഗവാൻ കൃഷ്ണനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. ആയതിനാൽ അവർ തമ്മിലുള്ള സംവാദം ഞങ്ങൾക്ക് മുഴുവനായും പറഞ്ഞു തരണമെന്നാണ് ശൗനകമുനി ചോദിച്ചത്. അങ്ങനെ പരീക്ഷിത്തും ശ്രീ ശുകബ്രഹ്മർഷിയും തമ്മിലുള്ള സംവാദത്തെക്കുറിച്ച് കൂടുതൽ വിശദമായി സൂതമുനി അവർക്ക് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. പരീക്ഷിത്തിന് ഭക്തിയുടെ പ്രാധാന്യം മനസ്സിലായതോടെ ദേഹബോധം പൂർണ്ണമായും പോയി ഭഗവാനിൽ നിഷ്കളങ്കമായ ഭക്തിയെ വർദ്ധിപ്പിക്കാൻ സാധിച്ചു. ഭക്തിയെ കുറിച്ചറിഞ്ഞപ്പോൾ തന്നെ എൻ്റെ മനസ്സ് നിറഞ്ഞിരിക്കുന്നു. ആ ഭഗവാൻ ശ്രീഹരി എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിസ്ഥിതി സംഹാര കർമ്മങ്ങൾ ചെയ്തത് എന്നുകൂടി എനിക്കറിയാൻ ആഗ്രഹമുണ്ട് എന്ന് പരീക്ഷിത്ത് ശ്രീ ശുകബ്രഹ്മർഷിയോട് ചോദിച്ചു. അങ്ങനെ ശ്രീ ശുകബ്രഹ്മർഷി പറയാൻ തുടങ്ങി. അങ്ങ് എന്നോട് ഈ ചോദിച്ച ചോദ്യം ഇത് തന്നെയാണ് പണ്ട് നാരദ മഹർഷി ബ്രഹ്മാവിനോട് ചോദിച്ചത്. ബ്രഹ്മദേവനെ ഈ പ്രപഞ്ച സൃഷ്ടി രഹസ്യത്തെക്കുറിച്ച് ഭഗവാൻ ശ്രീഹരിയാണ് പറഞ്ഞുകൊടുത്തത്. അങ്ങനെ ഭഗവാനിൽ നിന്നും നേരിട്ട് മനസ്സിലാക്കിയ ബ്രഹ്മദേവൻ ഈ പ്രപഞ്ച സൃഷ്ടി രഹസ്യത്തെക്കുറിച്ച് നാരദ മഹർഷിക്ക് പറഞ്ഞു കൊടുത്തതിനെക്കുറിച്ച് ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരാൻ പോവുകയാണ്, ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക എന്ന് ശ്രീ ശുകബ്രഹ്മർഷി പറഞ്ഞുകൊണ്ട് സാക്ഷാൽ പരമാത്മാവ് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികർമ്മം എങ്ങനെയാണ് നടത്തിയത് എന്നതിനെക്കുറിച്ച് പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങുകയാണ്. പണ്ട് നാരദ മഹർഷി ബ്രഹ്മലോകത്തിൽ പോയപ്പോൾ അവിടെ
ബ്രഹ്മാവ് തപസ്സു ചെയ്യുന്നത് കണ്ട് അത്ഭുതപ്പെട്ടു നിന്നുപോയി. ബ്രഹ്മദേവൻ തപസ്സിൽ നിന്നും ഉണർന്നപ്പോൾ നാരദ മഹർഷി ചോദിച്ചു, അല്ലയോ ദേവാ, ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികർത്താവ് അങ്ങാണ് എന്നാണ് ഞാൻ കരുതിയിരുന്നത്. എന്നാൽ അങ്ങനെയുള്ള അങ്ങ് ആരെയാണ് തപസ്സു ചെയ്യുന്നത്? അങ്ങയേക്കാൾ പരമമായി സൃഷ്ടിസ്ഥിതി സംഹാര കർമ്മങ്ങൾക്ക് കാരണമായ ഒരു ശക്തി വേറെയുണ്ടോ? ഈ ചോദ്യം കേട്ടപ്പോൾ ബ്രഹ്മദേവൻ അതീവ സന്തുഷ്ടനായി നാരദരോട് പറഞ്ഞു, നിന്റെ ഈ ചോദ്യം വളരെ നന്നായിരിക്കുന്നു. ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിലൂടെ ആ പ്രകൃതി ശക്തിയെക്കുറിച്ച് പറഞ്ഞു തരാൻ എനിക്കൊരു അവസരം വന്നിരിക്കുന്നു. ഇവിടെ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നത് ഞാനാണ് എന്നാണ് എല്ലാവരും കരുതിയിരിക്കുന്നത്. അത് ആ പ്രകൃതിയുടെ മായാവൈഭവം കൊണ്ടാണ് ആളുകൾക്ക് അങ്ങനെ തോന്നുന്നത്. ഞാനായും മഹാദേവനായും മഹാവിഷ്ണുവായും സൂര്യനായും ചന്ദ്രനായും ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിച്ച് സംഹരിച്ച് ഇവിടെ പ്രകാശം പരത്തി ഈ പ്രപഞ്ച നാടകമാടുന്നത് ആ പരമപുരുഷനിൽ നിന്ന് ഉണർന്ന പ്രകൃതി ശക്തിയാണ് എന്ന് നീ മനസ്സിലാക്കിയാൽ, ആ ശക്തിയിൽ നിന്നാണ് ഞാൻ ഉണ്ടായത്. ആ പ്രകൃതി ശക്തിയുടെ അനുഗ്രഹത്താലാണ് ഞാൻ സൃഷ്ടികർമ്മം നടത്തുന്നത്. ആ പ്രകൃതി എടുത്ത ഏറ്റവും വലിയ സ്ഥൂലരൂപമായ വിരാട് സ്വരൂപൻ്റെ നാഭിയിൽ നിന്നുമുണ്ടായ ഞാൻ ആ ഭഗവാനെ ആദ്യം പൂജിച്ചുകൊണ്ടാണ് സൃഷ്ടികർമ്മം നടത്തിയത്. എന്നെ അനുസരിച്ച് പിന്നീട് വന്ന പ്രജാപതിമാരും ഋഷിമാരും എല്ലാം തന്നെ ആ പരമപുരുഷനെ പൂജിച്ചുകൊണ്ടാണ് സ്വന്തം കർമ്മം ചെയ്യാൻ ആരംഭിച്ചത്. അല്ലയോ നാരദ, ആ ഭഗവാന്റെ അതീന്ദ്രിയ അവതാരങ്ങളെക്കുറിച്ച് ഞാനിപ്പോൾ ഓരോന്നോരോന്നായി നിനക്ക് പറഞ്ഞു തരാൻ പോവുകയാണ്. ആ അവതാര കർമ്മങ്ങളെക്കുറിച്ച് ശ്രവിച്ചാൽ ശ്രവിക്കുന്നവരുടെ ശ്രവണേന്ദ്രിയത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന എല്ലാ അശുദ്ധികളും ഇല്ലാതായിത്തീരുന്നു. അങ്ങനെ ബ്രഹ്മദേവൻ ഭഗവാന്റെ പ്രധാന അവതാരങ്ങളെക്കുറിച്ചും കർമ്മങ്ങളെക്കുറിച്ചും ലളിതമാക്കി പറഞ്ഞു കൊടുക്കുന്നു. അവ എന്തെല്ലാമാണെന്ന് നമുക്ക് അടുത്ത ഭാഗത്തിൽ മനസ്സിലാക്കാം. പ്രണാമം.